ഇന്ത്യ അമേരിക്കയുമായിട്ട് ഗ്ലോബലായിട്ട് കഴിഞ്ഞ കുറേ നാളുമായിട്ട് സ്പാറ്റ്, അതായത് ഇഷ്യൂ, അപ്പം അതിന് ഏകദേശം ഒരു വിരാമം ഇടുന്നതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇപ്പം ചൈനയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ട്രേഡ് അതിപ്പോൾ റെക്കോർഡ് രീതിയിലാണ്. ചൈനീസ് ട്രേഡ്, അതായത് ചൈനീസ് എക്സ്പോർട്ട് ഗ്ലോബലായിട്ട് മാറിയിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 1 ട്രില്യൻ്റെ മുകളിൽ കയറി. 1 ട്രില്യൻ്റെ മുകളിൽ ചൈനീസ് എക്സ്പോർട്ട് കയറുകയും അത് കയറിയതിൻ്റെ കാരണവും പറയുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് പലയിടത്തും ഇവർ കയറി ക്യാപ്ചർ ചെയ്യും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ചൈന എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിരിക്കും. ഇന്ത്യയുടെ പല മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം 26% ഇന്ത്യൻ എക്സ്പോർട്ട് ഡൗൺ ഇത് കുറഞ്ഞത് അമേരിക്കൻ താരിഫുമായി ബന്ധപ്പെട്ട്. അപ്പം പറഞ്ഞു മറ്റുള്ളിടത്ത് പോയി ഇവിടെ പോകും, ഒരു പുല്ലും ഉണ്ടായില്ല. അതായത് ചില സംഭവം റീറൂട്ട് ചെയ്ത് ഷ്രിമ്പും മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൺസെഷൻ കിട്ടി. ബാക്കിയുള്ളിടത്തെല്ലാം ചൈന കയറി. അതേപോലെ ചൈന അവരുടെ കറൻസിയുടെ വാല്യൂ ഗവൺമെൻറ് കുറച്ചു. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് എക്സ്പോർട്ടിന് കൂടുതലായിട്ട് അതിന് അനുകൂലമാക്കി അങ്ങ് കൊടുത്തു. പക്ഷേ അതേ മോഡസ് ഓപ്പറേറ്റ് ഇന്ത്യ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചൈനീസ് ബാങ്കുകളെല്ലാം അവിടുത്തെ ഗവൺമെൻറ് കൺട്രോളിൽ. അപ്പം അവർക്ക് ആ രീതി ചെയ്യാം. അത് ചൈനയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കത്തില്ല. അതാണ് തമാശ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അത് കറൻസിയുടെ വാല്യൂ US-ഉമായിട്ട് ട്രേഡ് നടത്തുമ്പോൾ അതിൻ്റെ വാല്യൂ നോക്ക്. അപ്പം ചൈനയ്ക്ക് അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഞാൻ ഈ പറഞ്ഞു, ഇന്ത്യ അമേരിക്ക ട്രേഡ് എന്ന് പറയുന്നത് പ്യൂണിറ്റീവ് ട്രേഡും എല്ലാം കൂടെ 58% ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് സെറ്റ് ബാക്കാണ്. അത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അതിനെ ഓവർകം ചെയ്തു തരാൻ പാടാം. അത് ഏറ്റവും നല്ലത് ഒരു അമേരിക്കയുമായിട്ട് ലോഹ്യത്തിന് പോവുക. ഒരു കാര്യം പറയാം സിസ്റ്റർ, തീർത്തും അങ്ങ് പറയാം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് ഇന്ത്യയുമായിട്ടുള്ള ഇടപാടൊന്നും വലിയ കാര്യമൊന്നുമല്ല. അവരൊരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് അവിടുത്തെ അമേരിക്കൻ പത്രത്തിൽ എഴുതിയ സംഭവമാണ്. അല്ല, രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു ദിവസം ഒരു 10-20 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് വരും. അതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഇഷ്യൂ. അത്രയേ ഉള്ളൂ അതിന് പ്രാധാന്യം. കാരണം അവർ ദിവസം ഡീൽ ചെയ്യുന്ന ഇഷ്യൂ. പക്ഷെ ഇന്ത്യക്കത് പ്രാധാന്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പ്യൂണിറ്റീവ് ടാരിഫൊക്കെ ബന്ധപ്പെട്ട് രഘുറാം രാജൻ്റെ ഒരു കമൻറ്റ് വന്നു. അതായത് ഞാൻ വളരെ നേരത്തെ പറഞ്ഞൊരു കാര്യമായത്. എന്താ അദ്ദേഹം പറയുന്നത്? ക്രൂഡിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല ട്രംപും അമേരിക്കയും എന്നുള്ള പ്രധാന കാരണമൊന്നും. നേരത്തെ അദ്ദേഹം പറഞ്ഞു ക്രൂഡിൻ്റെ ഇഷ്യൂ. ഞാനും പറഞ്ഞു ക്രൂഡിൻ്റെ അല്ല ഇഷ്യൂ. അമേരിക്കൻ പ്രസിഡന്റിനെ ഡീല് ചെയ്യാൻ മറ്റേ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം എങ്ങനെയാണ് അയാളെ ഡീല് ചെയ്യേണ്ട ആ കാര്യത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും മോദിയും പരാജയപ്പെട്ടു. അതാണ് ഇന്ത്യ ഇഷ്യൂ. അല്ലാതെ റഷ്യൻ ക്രൂഡ് മേടിച്ചുകൊണ്ടൊന്നും ഈ ട്രംപിന് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഈ റഷ്യൻ ക്രൂഡും അല്ല ഈ ടാരിഫ് ഒന്നും, ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ് എന്നൊക്കെ പറയുന്നത് 24-25% എന്നൊക്കെ പറയുന്നത് ട്രംപ് വിചാരിച്ച് അത് 10, 12, 11, 5, 6 ഒക്കെ ആക്കി തരും. കാരണം അത്ര വലിയ സംഭവമൊന്നുമല്ല ഇന്ത്യയെ രക്ഷപ്പെടുത്തണം താല്പര്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയാളുമായിട്ട് ഉടക്ക് രീതിയിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് പെട്ടെന്ന് ഉടക്ക് രീതിയിൽ അത് കാണിച്ചിട്ട് പെട്ടെന്ന് ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയി, പെട്ടെന്ന് റഷ്യയെ കെട്ടിപ്പിടിക്കാൻ പോയി. അതവർ അംഗീകരിച്ചില്ല. കാരണം നിങ്ങൾ അവരുടെ കൂടെ കിടന്ന് അവരുമായിട്ട് അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു ഗ്ലോബൽ ലീഡറും വിശ്വഗുരുവും ഒക്കെ ആയ ശേഷം അതല്ല ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വെറുതെ വിടത്തില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് കറക്റ്റായിട്ട് വരുന്നു. ഇപ്പം ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് പോസിറ്റീവ് സൈൻ ഉണ്ടായി. അതായത് ഈ സത്യ നഡേല മൈക്രോസോഫ്റ്റ് അവർ ഇന്ത്യയിൽ AI ബേസും പരിപാടികൾക്ക് എക്സ്പാൻഷന് വേണ്ടി $17.5 ബില്യൺ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ 5 അമേരിക്കൻ ടെക് ജയൻസ് അവരും വന്ന് പ്രധാനമന്ത്രിയെ ഇന്ന് കണ്ടു. ഈ അമേരിക്കൻ ടെക് കമ്പനി ഇന്ത്യ വരുന്നത് ട്രംപ് അറിയാതെയാണ്. ഇതൊക്കെ അമേരിക്കൻ പോളിസിയിലുണ്ടാവുന്ന ഷിഫ്റ്റിൻ്റെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് 6, 7, 9 മാസമായിട്ട്
ഇവിടെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറും ഒക്കെ പറഞ്ഞു വിടുന്നു, യൂറോപ്പ് ഇപ്പം ചെയ്യും, മറ്റുള്ള രാജ്യം ചെയ്യും, ചൈന ചെയ്യും, റഷ്യ ചെയ്യും. എന്തുകൊണ്ടും ഉണ്ടായി? ആരെങ്കിലും ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു? ഇൻ ബിറ്റ്വീൻ നേരത്തെ അനൗൺസ് ചെയ്ത ഗൂഗിളിൻ്റെ ഒരു പ്രോജക്റ്റ് ആന്ധ്രാപ്രദേശിൽ വരുന്നു. അത് ഏകദേശം 1,00,000 കോടി ഇന്ത്യൻ കറൻസിയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏകദേശം അത് 12 ബില്യൺ അടുപ്പിച്ചെങ്ങാണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സത്യ നടയിലെ മറ്റുള്ള ടെക് കമ്പനീസിൽ ഇവർ നേരത്തെ, ഇതിപ്പോഴല്ല, ഇത് ലോങ് ഗോയിങ് പ്രോസസ്സാണ്. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള മോദിയുടെ ആ പ്രശ്നത്തിന്റെ പേരിലാണ് ഡിലേ ആയത്. ഇതാണ് എൻ്റെ കാര്യം. എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്രാവശ്യം, അതായത് അദ്ദേഹം ചാർജ് എടുത്ത ശേഷം പോയപ്പോൾ പറഞ്ഞത് എന്തുവാ? ഇന്ത്യയുമായിട്ട് 500 ബില്യൻ്റെ ടാരിഫ് ട്രേഡ് ഉണ്ടാകും. അതിനുവേണ്ടി അമേരിക്ക എല്ലാം സഹായിച്ചു. ആ ബന്ധത്തിലാണ് ഇവർ പോയത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇതെല്ലാം വഷളായി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്തു. അത് ബേസിക് മനസ്സിലാക്കേണ്ടത് ട്രംപിനെ ഡീല് ചെയ്യാൻ പഠിച്ചോണം. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു പോയിന്റ്. എങ്ങനെ ട്രംപിനെ ഡീൽ ചെയ്യാൻ പഠിക്കുന്നു അതനുസരിച്ച് പോയിക്കോണം. അല്ലെങ്കിൽ ട്രംപിനെ ഇസ്രായേലി പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് ലോകത്ത് ഇതേപോലെ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല, ഇസ്രായേലിനെ ഇപ്പം നിലനിർത്തുന്നത് നിങ്ങളാണ്, ഇതൊക്കെ വെച്ചടിക്കുന്നതിൻ്റെ കാര്യം. ഇതൊക്കെ പറഞ്ഞല്ല സത്യമല്ല. പക്ഷെ ട്രംപിനത് ആവശ്യമോ? അതാ എൻ്റെ കാര്യം. ഇതൊക്കെ ഞാൻ അതിൻ്റെ ഡീപ്പിലോട്ട് കടക്കുന്നൊന്നുമില്ല. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത്, ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ, അതായത് ട്രംപിന് ശേഷം വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് സക്സസറായിട്ട് വേറൊരാൾ വന്നാലും അതും ഈ പഴയ പോളിസിയൊക്കെ ഒരേപോലെ പോകത്തേ ഉള്ളൂ. ഇപ്പോൾ കോഡുമായിട്ടുള്ള മീറ്റിംഗ് അത് കൺഫേം ചെയ്തില്ല, അയാൾ വരത്തില്ലെന്ന്. ഞാൻ വേറൊരു കാര്യം പറയാം, ഈ മോദിയുമായിട്ട് അത്ര വലിയ ലോഹ്യമൊന്നും ആയിട്ടില്ല. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനോട് താക്കീതാണ് കൊടുത്തത്. അതായത് റഷ്യൻ ക്രൂഡ് ഇത്ര ദിവസത്തിനുള്ളിൽ നിർത്തിയിരിക്കണം. കാരണം ഉടക്കിൻ്റെ പേരിലാണ് കൊടുത്തിരിക്കുന്ന താക്കീത്. ഇന്ത്യ ക്രൂഡ് നിർത്തി. രണ്ടാമത് പറഞ്ഞു, റഷ്യ എന്ന് വെപ്പൺസ് വാങ്ങിയാൽ ഞങ്ങൾ തരത്തില്ല. ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ പോസിറ്റീവായിട്ട് ചെയ്തു. അതിൻ്റെ പേരിലാണ് പുടിൻ ഇവിടെ വന്നു, കാറിൽ യാത്ര ചെയ്തു, കെട്ടിപ്പിടിച്ചു, ചായയൊക്കെ കുടിച്ചു, വലിയ സഹകരണം അതൊക്കെ പറഞ്ഞ് വളവും പരിപാടി, അത് മാത്രമേ ഉള്ളൂ. മേജറായിട്ടൊരു കുന്തം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു അത് തന്നെ സംഭവിച്ചു. അവസാനം ഇപ്പോഴത്തെ സംഭവം എന്തുവാ? അതായത് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഗ്രാജുവലി ഇന്ത്യയിലോട്ട് വരാൻ മനസ്സിലാക്കുക. കഴിഞ്ഞ 2 ദിവസം, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, നിങ്ങൾക്കറിയോ, ഏകദേശം 1300 പോയിന്റാണ് സെൻസസ് പൊളിഞ്ഞു പോയത്. ഏകദേശം 10 ലക്ഷം കോടി രൂപ വൈപ്പ് ഔട്ടായി. എങ്ങനെ വൈപ്പ് ഔട്ടായി? ഇതേപോലെ അമേരിക്കൻ ടാരിഫാണ് ഇതിൻ്റെ പ്രശ്നം. ഔട്ട്ഫ്ലോ ഭയങ്കരമായിട്ട് കൂടി. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അത് ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴാണ് മോദി ഗവൺമെന്റ് ഒരു ട്രാക്കിലോട്ട് വന്നത്. അതായത് അവർ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് ഇതിനെ പല രീതിയിൽ കുളവാക്കാൻ ശ്രമിച്ചു. അവരെയും കൺട്രോൾ ചെയ്തു. അതായത് അർണബ് ഗോസ്വാമി ഓരോ സമയത്തും അമേരിക്ക കുറ്റം പറയുന്ന സമയം പതുക്കെ മോദി അയാളിൽ നിന്നും അങ്ങ് അകന്നു. കാരണം കാര്യങ്ങൾ മനസ്സിലായി, ഈ പോക്ക് നടക്കുവാണെങ്കിൽ അത് തകർച്ച മോദിയുടെ മാത്രമല്ല, ഇന്ത്യയുടെ തകർച്ചയായിരിക്കും. ഇതൊക്കെ അതിൻ്റെ കാരണം. കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ 8.2 എന്ന് പറഞ്ഞ GDP ഞാൻ ആദ്യമേ പറഞ്ഞ കള്ളത്തരമാണ്. പിന്നീട് ഇപ്പോഴെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് മറ്റു പല എക്കണോമിക് വിദഗ്ധർ പറയുന്ന 5.2, 5.3 ഒക്കെ ഉള്ളൂ. ഇത് ഊതിപ്പെരിപ്പിച്ചതാണ്. ഊതിപ്പെരിപ്പിച്ച സംഭവം ഉണ്ടായിട്ട് പോലും ഇത്രമാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ പൊളിഞ്ഞു പോവുകയാണ്. ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായി, ട്രംപിന് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അതായത് റഷ്യയുടെ ഒരു ഡിമാൻഡായിരുന്നു ഇന്ത്യ, റഷ്യ, ചൈന അവരൊരുമിച്ച് ചേർന്ന് പുതിയ സഖ്യം ഉണ്ടാക്കുന്നു, അമേരിക്ക ഒഴിവാക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് തീർത്തും റഷ്യയോടും റഷ്യൻ പ്രസിഡന്റിനോടും ആ ഡിപ്ലോമാറ്റ്സിനോടും കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു, ഇന്ത്യ, റഷ്യ, ചൈന അതിനവർ കൂട്ട് നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ടാണ് ചൈന. ചൈനയ്ക്ക് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഗ്രാജുവലി ഇന്ത്യ ബ്രിക്സിൽ നിന്ന്, അതായത് ചൈനയുടെ താല്പര്യമാണ്, ഇപ്രാവശ്യത്തെ താല്പര്യമാണ് 2026
ബ്രിക്സിന്റെ ലീഡർഷിപ്പ് ഇന്ത്യക്ക് കൊടുക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത് ചൈന വെച്ചിരിക്കുന്ന സംഭവമാണ് പാകിസ്ഥാനെ അതിൻ്റെ മെമ്പറാക്കണം, ഇന്ത്യയിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം, അതിൻ്റെ പെർമനന്റ് മെമ്പറാക്കണം. അതും ഇന്ത്യക്ക് പറ്റത്തില്ല. അതായത് ഗെയിം എന്ന് പറഞ്ഞ പല ഫോറങ്ങളിലും ഈ സംഭവങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം ഈ പോക്ക് ഡിപ്ലോമസി, അതായത് ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യത്തെ ഇടിച്ചു കാണിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എവിടെ സ്ഥാനമില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ ചൈനയുമായിട്ട് ഈ പറയുന്ന വലിയ ലോഹ്യത്തിനൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ ശേഷം ചൈനയുടെ എക്സ്പോർട്ട് ഇന്ത്യയിലോട്ട് 11.5% വർദ്ധിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ട്രേഡ് സർപ്ലസ് എത്ര നോക്കുക. റഷ്യയും ഇവിടെ പല കച്ചവടം ചെയ്യാൻ വന്നു, മറ്റു പല കാര്യങ്ങളൊക്കെ നടന്നു. അതായത് ആയുധ കച്ചവടത്തിന് പോലും ഇന്ത്യ ഗവൺമെൻറ് റഷ്യയായിട്ട് തയ്യാറല്ല. ഉറപ്പായിട്ടും അമേരിക്കൻ താക്കീതും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രശ്നം തന്നെയാണ്. കാരണം ഇന്ത്യക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ 10-25 വർഷം എടുത്തിരിക്കുന്ന സ്റ്റാൻഡുണ്ട്. അതിനകത്ത് അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എവിടെ റഷ്യയും ചൈനയും ഉള്ളത്? ഈ കമ്പനികൾ ഇന്ത്യയിൽ നിലനിർത്തുക, അമേരിക്കൻ കമ്പനികൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ താല്പര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വിസ കുറച്ചു. H1B മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യും എങ്ങനെ ഇന്ത്യ സ്റ്റുഡൻസിന് വേണ്ടി കാര്യമായിട്ട് സംഭവം. കാരണം അല്ലെങ്കിൽ വരാൻ പോകുന്ന പല ഇന്ത്യൻ കമ്പനികൾ നിങ്ങൾ എടുത്തു പോവുക, ഒരു 100-200 ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനി എടുത്തു നോക്കുക. അതിനകത്ത് ടോപ്പ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന 10-20% ടോപ്പായിട്ടുള്ള CEO മറ്റുള്ളവരെല്ലാം അമേരിക്കൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്നും ഈ ഗ്ലോബലായിട്ട് മറ്റുള്ള കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പം വരാനുള്ള പല കമ്പനികൾക്കും ഈ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളെ അത് ബാധിക്കും. ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് സറണ്ടർ മോഡിലാണ് അമേരിക്കയുടെ മുമ്പിൽ. വിസയുടെ ഇഷ്യൂ ഉണ്ട്, അതേപോലെ ഇൻവെസ്റ്റേഴ്സ് വരണം, ട്രംപുമായിട്ട് ലോഹ്യത്തിലങ്ങ് പോകാം, ഈ രീതിയിലോട്ട് ഇന്ത്യ അങ്ങ് അയയുകയാണ്. അതിൻ്റെ പേരിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഈ പുണിറ്റീവ് ടാരിഫ് നെഗോഷിയേറ്റ് ചെയ്യാൻ വീണ്ടും ഇന്ത്യയിലോട്ട് വരുന്നത്. അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ കടുംപിടുത്തം മുഴുവനും ഇല്ലാതായി. ഇതാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നത്. ഇന്ത്യക്ക് കളിക്കാൻ ഓപ്ഷൻ ഇല്ല. അമേരിക്കയ്ക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട്. അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട് ഇന്ത്യയെ തകർക്കരുത്. കാരണം തകർന്നു കഴിഞ്ഞാൽ ചൈന അൺഡിസ്പ്യൂട്ടഡ് ആവും ഈ റീജിയനെ മുഴുവനും. അത് അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യയെ കൊണ്ടുവരണം. പക്ഷെ അതേപോലെ തന്നെ അവർക്ക് മോദിയെ ഈ പറയുന്ന ചാട്ടങ്ങളും ചൈനയെ പോയി കാണുന്നു, അവിടെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു, ഇവിടെ ചാടാൻ പോകും, അതിനോടും താല്പര്യമില്ല. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് യൂറോപ്പിലെ 3 രാജ്യങ്ങൾ, ഫ്രാൻസും ജർമ്മനി ബ്രിട്ടനും പുടിൻ വന്ന സമയത്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പം അതിനെ ലോഹ്യം കൂടാൻ വേണ്ടി അവിടെ സെലൻസ്കിയുടെ കാലെ പിടിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരാൻ. സെലൻസ്കി അത് റെഫ്യൂസ് ചെയ്തു. അപ്പം അയാൾ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക സമ്മതിച്ചാൽ മാത്രമേ ഇന്ത്യയിലോട്ട് വരികയുള്ളൂ. അതായത് പറയാൻ പോകുന്ന കാര്യം, വെസ്റ്റേൺ കൺട്രീസിനെ അമേരിക്കയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്, കാരണം നമ്മൾ ഡിപ്പെൻഡബിളാണ്, അവരെ പൂർണ്ണമായിട്ടും പിണക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യനടയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മറ്റുള്ള ടെക് ജയൻസ് ഇന്ത്യയിൽ ഇന്ന് വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ട കാര്യമാണെങ്കിലും ഇതിനകത്തൊക്കെ പ്രൂവൻ ട്രാക്കാണ്. അവരുമായിട്ട് പിണങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഡോളറിനെ എതിർത്തുകൊണ്ടൊരു കളി കളിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ തുലയ്ക്കുമെന്നും അറിയാം. കാരണം ഇന്ത്യൻ കറൻസി പോയ പോക്കും നമ്മൾ കണ്ടു. ഇന്ത്യയിലുള്ള ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ കൂടി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഈ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിയെ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന രീതിയിൽ പോകാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് താല്പര്യമില്ല. ആ മെസ്സേജാണ് അമേരിക്കയ്ക്ക് കൊടുത്തത്. അതുമായിട്ടുള്ള ഒരു റിലാക്സേഷനാണ്, അതായത് റിലീഫാണ് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.